നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓ, ഈ തലതെറിച്ച പെണ്ണിനെ ഇവിടുന്ന് മാറ്റാൻ ഒരു വഴിയില്ലല്ലോ. മോളെ അവന്തികെ, ഇന്നത്തെ പോലെ നിനക്കും 7-ാം മാസം ആവുമ്പോ സീമന്ത ചടങ്ങ് ആഘോഷിക്കണം നമുക്ക്. സാധാരണ 7-ാം മാസം സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാറാ പതിവ്. ഞാൻ മാഷിനോടും കമലോടും പറഞ്ഞിട്ടാ അവരെ ആതിരെ ഇവിടെ തന്നെ നിർത്തിയിട്ട് പോകാൻ സമ്മതിച്ചത്. 7-ാം മാസം എന്നെ വിളിച്ചോണ്ട് പോകാനൊന്നും ആരും ഇല്ലല്ലോ അച്ഛാ. പോകാൻ വേറെ സ്ഥലവും ഇല്ല. ഞാനിവിടെ തന്നെ കാണും. ഞാനിന്ന് ശ്രദ്ധിച്ചു, മാഷും കമലെ അനൂപമൊക്കെ ആയിട്ട് നിനക്കിപ്പോഴും ചില പരിഭവങ്ങളൊക്കെ ഉണ്ടല്ലേ? അവര് പാവങ്ങളാ മോളെ. അവർക്ക് സ്നേഹിക്കാനേ അറിയൂ. നീ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റിന് അവര് നിന്നോട് ക്ഷമിച്ചു. അത് നല്ലൊരു മനസ്സവർക്കുള്ളതുകൊണ്ടാ. ഇപ്പൊ നിന്റെ വയറ്റിൽ ഒരു ജീവന്റെ തുടിപ്പ് കൂടിയുണ്ട്. അതുകൊണ്ട് ആരോടും പിണക്കവും പരിപ്പവും ഒന്നും വേണ്ട. അവരുടെ കൂടി പ്രാർത്ഥനയുണ്ടെങ്കിലേ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കും. എനിക്ക് അവരോട് ഒരു പിണക്കവും ഇല്ലച്ചാ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാനങ്ങ് പറഞ്ഞു പോകുന്നതാ. പറയിപ്പിക്കുകയാണെന്നുള്ളതാ ശരി. പിന്നെ വലിയ താഴ്മ കാണിക്കുന്നവരെ സൂക്ഷിക്കണം അച്ഛാ. അങ്ങനെയുള്ളവര് പുറകിൽ നിന്ന് കുത്താൻ ഒരു മടിയും കാണിക്കാത്തവരാ. മാഷും കുടുംബവും അങ്ങനെയുള്ളവരല്ല മോളെ. എല്ലാം നമ്മുടെ തെറ്റിദ്ധാരണകളാ. എല്ലാവരും സന്തോഷത്തോടെയും ഒത്തൊരുമയോടെയും ജീവിക്കുന്നതാ എനിക്കിഷ്ടം. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളെങ്കിലും അങ്ങനെ മുന്നോട്ട് പോകണം ഈ കുടുംബം. എനിക്കിനി എത്ര കാലം ആയുസ്സുണ്ടാവുമെന്നൊന്നും അറിയില്ല. നിങ്ങളുടെയൊക്കെ മക്കളെ കാണുന്നവരെങ്കിലും ആയുസ് നീട്ടിക്കിട്ടണമെന്നാ എന്റെ പ്രാർത്ഥന. എന്റെ ആ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. അച്ഛന്റെ ആ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും. അച്ഛന് ഒരബദ്ധം വരുത്തില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അത്. നോക്കിക്കോ, അച്ഛന് 100 വയസ്സ് വരെ ആയിരിക്കും ആയുസ്. അത്രയൊന്നും വേണ്ട. ആതിരയുടെയും നിന്റെയും അർച്ചനയുടെയും ഇവളുടെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയാ മതി. അച്ഛൻ അതൊന്നും പറഞ്ഞ് വിഷമിക്കണ്ട. എടുത്തു പറഞ്ഞ പോലെ 100 ആയുസ എന്റെ പൊന്നച്ഛന്. സ്നേഹേ, നീ ഇങ്ങോട്ട് വന്നേ. നിന്നെ കൊണ്ട് ചെറിയൊരു ആവശ്യമുണ്ട്. വന്നേ.
പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലുമ്പോ വലതുവശത്തെയാണ് ആതിരയുടെ റൂം. അബോഷനായി ഉറപ്പുവരുത്തിയിട്ട് വേണം നീ തിരികെ പോവാൻ. മനസ്സിലായോ? അതൊക്കെ മനസ്സിലായി. പക്ഷേ ഇവിടെ മുഴുവൻ ക്യാമറ ആളുകളൊക്കെ ആണല്ലോ. ക്യാമറയൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്, അത് നീ പേടിക്കണ്ട. പിന്നെ ആളുകളുടെ കാര്യം, ഒരു 5 മിനിറ്റിനുള്ളിൽ ഇവിടെയുള്ള ആണുങ്ങളൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകും. അതിനു മുന്നോടിയായി ഒരു നിലവിളിയും ബഹളമൊക്കെ കേൾക്കും. അതിനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിൽ സ്ത്രീകൾ മാത്രമേ കാണൂ. ഞാനും എന്റെ അനിയത്തിയും എന്തായാലും നിന്നെ തടയാൻ വരില്ല. മറ്റാരെങ്കിലും വന്നാ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തേക്ക്. പിടി കൊടുക്കരുത്, അത്രേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയാ, അത്രയ്ക്ക് റിസ്ക് എടുത്ത് ചെയ്യുന്നതാ ഞാൻ. ഒരിടത്തും പാളി പോരുത്. ശരി. ആതിരയ്ക്ക് അബോഷൻ സംഭവിച്ചിരിക്കണം. പിന്നെ അവള് ചത്തുപോയാലും സാരമില്ല. മനസ്സിലായോ? മനസ്സിലായി മാഡം. അച്ഛാ! 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 ആരെങ്കിലും ഒന്ന് ഓടി വരണേ! അച്ഛാ! ഏട്ടാ വേഗം. അച്ഛാ! അയ്യോ, വേഗം കൊണ്ടുവാ. അച്ഛാ, വേഗം പെട്ടെന്ന് കേട്ട. അച്ഛനെന്ത് പറ്റി? സൂക്ഷിച്ചു. എടുത്ത് അച്ഛന് എന്താ പറ്റിയേ? ഈശ്വരാ, വേഗം വണ്ടി എടുക്ക്. സന്ദീപേ, നീ കൂടെ ചെല്ല്. അയ്യോ, എനിക്കൊരു സമാധാനമില്ല. നീ കൂടെ ചെല്ല്. നീ കൂടെ പോ. പെട്ടെന്ന് ആലോചിച്ച് നിൽക്കാനൊന്നും സമയമില്ല. നീ വേഗം കേറ് സന്ദീപേ, ചെല്ല്. എന്താ നിനക്കൊരു ദണ്ണം? അങ്ങേർക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്താന്ന് ചിന്തിക്കായിരുന്നു. തട്ടിപ്പോയാ മതിയായിരുന്നു. തട്ടിപ്പോവില്ല. ഞാൻ കൊടുത്ത മരുന്നിന്റെ പവറാ. വേഗം ആശുപത്രിയിൽ എത്തിച്ചാ ചിലപ്പോ രക്ഷപ്പെടും. ചേച്ചി എന്തിനാ അങ്ങനെ ചെയ്തേ? അത് പറഞ്ഞു തരുന്നതിനേക്കാൾ നല്ലത് കാണിച്ചു തരുന്നല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.